ഹരേ കൃഷ്ണ, നമസ്കാരം, സ്വാഗതം. അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കെല്ലാവർക്കും ഒരുപാട് സംശയമുള്ള ഒരു കാര്യമാണ് പീരീഡ്സ് ആകുമ്പോൾ നാമം ജപിക്കാമോ, അതുപോലെ മരണം നടന്ന വീടുകളിൽ, അതുപോലെ പുലയൊക്കെ ഉള്ള വീടുകളിൽ ഒക്കെ ജപിക്കാമോ എന്നൊക്കെ ഒരുപാട് സംശയമുണ്ട്. പക്ഷേ ഭഗവാൻ നമുക്കൊരു ഉറപ്പ് തരുന്നുണ്ട് ഭാഗവതത്തിൽ. പവിത്രമാണെങ്കിലും അപവിത്രമാണെങ്കിലും, ശരീരശുദ്ധി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഇപ്പോൾ കുളിച്ചാലും കുളിച്ചില്ലെങ്കിലും കൈകാൽ മുഖമൊക്കെ കഴുകിയിട്ട് ജപിക്കാം, ഏത് നാമജപവും ജപിക്കാം, ഏത് സഹസ്രനാമവും ജപിക്കാം. അതുപോലെ പിന്നെ ഏത് പാരായണങ്ങളും നടത്താം, ഭാഗവതമോ രാമായണമോ ദേവി മഹാത്മ്യമോ ഏതും നമുക്ക് ജപിക്കാം. അതാണ് ഭഗവാൻ ഭാഗവതത്തിൽ തന്നെ പറയുന്നുണ്ട്, അപവിത്ര പവിത്രോവ സർവാവസ്ഥാം ഗതോപിവ യസ്മരേത് പുണ്ടരീകാക്ഷം സ ബാഹ്യ അഭ്യന്തര ശുചി എന്ന്. പവിത്രമാണെങ്കിലും അപവിത്രമാണെങ്കിലും, ഇനി ശരീരത്തിന് പീരീഡ്സൊക്കെ വന്നാലും അത് അപവിത്രമായിട്ട് നമ്മൾ കരുതുന്നു, പക്ഷെ അത് ശരീരത്തിൻ്റെ ഒരു അവസ്ഥയാണല്ലോ. അത് അങ്ങനെ ഏത് അവസ്ഥയിലും പുണ്ടരീകാക്ഷനായിട്ടുള്ള വിഷ്ണു ഭഗവാനെ, ഗുരുവായൂരപ്പനെ സ്മരിക്കുമ്പോൾ അവൻ അകവും പുറവും ശുചിത്വമുള്ളവനായിട്ട് തീരും. അപ്പം ശുചിത്വമില്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരവസ്ഥയാണല്ലോ ഈ പീരീഡ്സ് ആവുക, അതുപോലെ മരണവീട്, പുലയുള്ള സമയം, പ്രസവമൊക്കെ നടന്ന വീടുകളിൽ പുലയാണെന്ന് പറയും, മരണം നടന്ന വീടുകളിൽ കുറേ ദിവസത്തേക്ക് പുലയാണെന്ന് പറയും. ഇതൊക്കെ അപ്പോഴൊക്കെയും ഭഗവാനെ സ്മരിക്കാം, അതിന് ഒരു തർക്കവുമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചിദാനന്ദപുരി സ്വാമികൾ പറയേ, നിങ്ങൾ മരിക്കുമ്പോൾ ഉണ്ടാകുന്ന പുലയിൽ മാത്രം നിങ്ങൾ ജപിക്കണ്ട, അത് ബാക്കിയെല്ലാം നിങ്ങൾക്ക് ജപിക്കാമെന്ന്. അപ്പോൾ അത്രയ്ക്കും ശ്രേഷ്ഠമാണ് നമ്മുടെ നാമജപത്തെക്കുറിച്ച് നമ്മുടെ ആചാര്യന്മാരും നമുക്കത് വ്യക്തമാക്കി തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് വിഷ്ണു സഹസ്രനാമത്തിലെ 811 മുതൽ 820 വരെയുള്ള നാമങ്ങളാണ്. അപ്പോൾ ഓം ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തേ ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേഷം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം സശങ്കചക്രം സകിരീടകുണ്ടലം സപീതവസ്ത്രം സരസിരേക്ഷണം സഹാരവക്ഷസ്ഥലശോഭികൗസ്തുഭം നമാമി വിഷ്ണും ശിരസാ ചതുർഭുജം യസ്യ സ്മരണമാത്രേണ ജന്മസംസാരബന്ധനാദ് വിമുച്യതേ. നമസ്തസ്മൈ വിഷ്ണവേ പ്രഭവിഷ്ണവേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. അപ്പോൾ നമ്മൾ ഇന്ന് 811 മുതൽ ഉള്ള നാമങ്ങൾ നോക്കുമ്പോൾ അത് വരുന്ന ഭാഗം കുമുദകുന്ദരകുന്ദ പർജന്യപ്പ വനോനില അമൃതാശോ അമൃതോപു സർവജ്ഞ സർവതോമുഖ സുലഭസുവൃത സിദ്ധ ശത്രുതിശ്ചത്രുതാപന. ആ ഒരു ഭാഗത്താണ് ആ ശ്ലോകങ്ങളുടെ ഇടയിലാണ് ഈ 811 മുതൽ 820 വരെയുള്ള നാമങ്ങൾ വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. 811 പാവനഹ എന്ന് പറയുന്നത് ഭഗവാൻ പരിശുദ്ധനാണ്, ഭഗവാൻ പരിശുദ്ധി വരുത്തുന്നവനുമാണ്. അതുകൊണ്ടാണ് ഈ അപവിത്ര പവിത്രോവ സർവാവസ്ഥാം ഗതോപിവ യസ്മരേത് പുണ്ടരീകാക്ഷം സ ബാഹ്യ അഭ്യന്തര ശുചി എന്ന് പറഞ്ഞു. അതായത് ഭഗവാൻ തന്നെ ശുചിത്വം കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ ഭഗവാൻ അകത്തും പുറത്തും ശുചിത്വം കൊണ്ടുവരുന്നു. ആരാണോ ഭഗവാനെ സദാ സ്മരിക്കുന്നത് അവരിൽ ഉള്ളിലും പുറത്തും അവരെ ശുദ്ധീകരിക്കുന്ന ഭഗവാൻ. അതാണ് ഈ ഭാഗവതത്തിലെ ഈ വരികളുടെ അർത്ഥം. അപ്പോൾ ഭഗവാൻ പരിശുദ്ധി വരുത്തുന്നവനാണ് എന്നുള്ള ഒരർത്ഥമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പാവനഹ, പാവനം പരിശുദ്ധം എന്ന് മനസ്സിലാക്കാമല്ലോ. ഇനി 812 അനിലഹ എന്ന് പറയുമ്പോൾ നിത്യപ്രബുദ്ധൻ, എപ്പോഴും നല്ല അറിവോടുകൂടിയിരിക്കുന്ന. ഇല എന്ന് അതിനെ വിഗ്രഹിക്കുകയാണെങ്കിൽ ഇല എന്ന് പറയുമ്പോൾ അജ്ഞനല്ലാത്തവൻ സദാ പ്രബുദ്ധനായവൻ, എപ്പോഴും അറിവോടുകൂടിയിരിക്കുന്നവൻ, അതാണ് നിത്യപ്രബുദ്ധൻ എന്നുള്ള അർത്ഥമാണ് അനിലഹ. ഇനി 813 അമൃതാശഹ.
അശനം ചെയ്യുക, ഭക്ഷിക്കുക. അമൃതത്തെ അശനം ചെയ്യുന്നു ഭഗവാൻ. പാലാഴി മദന കഥയിൽ ദേവന്മാരും അസുരന്മാരും അമൃതം കഴിക്കാൻ വേണ്ടി, അമൃതം കൈക്കലാക്കാൻ വേണ്ടിയുള്ള ആ ഒരു പാലാഴി മദന കഥയിലുള്ള ആ ഒരു യുദ്ധവും പിന്നെ അതിൻ്റെ ഇടയിൽ ഭഗവാൻ ദേവന്മാരുടെ കൂട്ടത്തിൽ അമൃതം ഭക്ഷിച്ചു. അതുകൊണ്ട് ഭഗവാൻ അമൃതത്തെ ഭക്ഷിച്ചവനായതുകൊണ്ട് അമൃതാശഹ, അതായത് അമൃതത്തെ അശിക്കുന്നവൻ, അശിക്കുക, ഭക്ഷിക്കുക. അപ്പം ഭഗവാൻ പക്ഷെ ഭക്ഷിക്കുന്നത് ചിദാനന്ദമായിട്ടുള്ള അമൃതമാണ്, എന്നും നശിക്കാത്ത ഒരമൃതമാണ് ഭഗവാൻ നിരന്തരമായിട്ട് ആസ്വദിക്കുന്ന അമൃതം എന്ന് പറയുന്നു. അപ്പോൾ ഭഗവാൻ സ്വന്തം ആനന്ദ സ്വരൂപമായ ഭഗവാൻ തന്നെ ആത്മാനന്ദനാണ്. ആ ആനന്ദത്തിൻ്റെ സ്വരൂപമാണ് ഈ അമൃതം. ഈ അമൃതത്തെ സദാ ഭുജിക്കുന്നവനാണ് ഭഗവാൻ. അപ്പോൾ 814 അമൃതവപു. ഭഗവാന്റെ ശരീരം സ്വന്തം ഇഷ്ടത്താൽ ഇച്ഛയാൽ സ്വീകരിച്ച രൂപമാണ്. സ്വേച്ഛയാൽ സ്വീകരിച്ച രൂപം എന്ന് പറയും. അതുകൊണ്ട് നാശമില്ലാത്തതാണ്. ഭഗവാൻ അമൃതവപു എന്ന് പറയും. മൃതമില്ലാത്ത അവസ്ഥ, നാശമില്ലാത്ത, മരണമില്ലാത്ത വപുസോടു കൂടിയ, ശരീരത്തോടു കൂടിയ ഭഗവാൻ. അപ്പോൾ എന്നും ഭഗവാൻ ഇവിടെ സ്ഥിരമാണ്. അതാണ് നം ജായതേ മ്രിയതേ വാ കഥാചിത് ന്യായം ഭൂത്വ ഭവിത വാ ന ഭൂയഃ എന്ന് 2ാമത്തെ ചാപ്റ്റർ ഗീതയിൽ 21ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ന ജായതേ ജനിക്കുന്നില്ല, ന മ്രിയതേ മരിക്കുന്നില്ല, ന അയം ഭൂത്വ ഞാനൊരിക്കലും ഉണ്ടായിട്ടില്ല, ഭവിത വാ ന ഭൂയ ഉണ്ടായിട്ട് വീണ്ടും ഇല്ലാതെ ആവുന്നുമില്ല, ഉണ്ടായിട്ട് ഉണ്ടായാലല്ലേ പിന്നെ ഇല്ലാതെ ആവുന്നുള്ളൂ, എപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇനി 815 സർവജ്ഞ, എല്ലാം അറിയുന്നു ഭഗവാൻ, സർവജ്ഞനാണെന്ന് പറയില്ലേ. അപ്പോൾ എല്ലാം അറിയുന്ന ഭഗവാനെ എന്നൊക്കെയല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇപ്പോൾ യഹ സർവജ്ഞ സർവവിദ്, ആരൊരാളാണോ സർവജ്ഞനും സർവവിദ് എല്ലാം അറിയുന്നവനുമായിട്ടുള്ളത്, അതാണ് ഭഗവാൻ. ഇനി 816 സർവതോമുഖ, എല്ലായിടത്തും മുഖമുള്ള ഭഗവാൻ. അപ്പോൾ ഭഗവാൻ എന്ന് പറയുന്നത് നമ്മൾ വിരാട് രൂപമൊക്കെ വർണ്ണിക്കുമ്പോൾ സർവതോമുഖം, എന്താ പറയുക, സഹസ്രാക്ഷി സഹസ്രപാദ് എന്നൊക്കെ പറയുന്നുണ്ട്. സഹസ്രം എന്ന് പറയുമ്പോൾ അനന്തം എന്നാണ്, 1000 എന്ന് മാത്രമല്ല എടുക്കേണ്ടത്. സഹസ്രാക്ഷ സഹസ്രപാദ് എന്ന് പറയുന്നുണ്ട്. അനന്തം മുഖങ്ങളും അനന്തം അക്ഷികളും അനന്തം പാദങ്ങളും സഹസ്രപാദ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഭഗവാന്റെ മുഖങ്ങൾ സർവതോമുഖ, എല്ലായിടത്തും മുഖമുള്ള ഭഗവാൻ. അപ്പോൾ നമ്മൾ വിചാരിക്കും, പിന്നെ ഒരുപാട് അധർമ്മങ്ങളൊക്കെ ചെയ്യുന്നവർ വിചാരിക്കും ഇത് വളരെ രഹസ്യമായിട്ടൊക്കെ ചെയ്യും. പക്ഷെ അതെല്ലാം അറിയുന്നത് ഭഗവാൻ, ഒരാളെല്ലാം അറിയുന്നുണ്ട്. കാരണം ഭഗവാൻ എല്ലായിടത്തും മുഖവും കണ്ണുകളും ഉള്ള ആളാണ്. അപ്പോൾ സർവതോ അക്ഷി ശിരോമുഖം എന്ന് പറയും ഭഗവത്ഗീതയിൽ 13ാമത്തെ ചാപ്റ്ററിൽ 13ാമത്തെ ശ്ലോകം. അതുപോലെ ഭഗവാൻ സുലഭമാണ് എന്ന് പറയും. 817ാമത്തെ നാമം സുലഭ, എളുപ്പത്തിൽ ലഭിക്കാവുന്നത്, സുലഭമായിട്ട് ലഭിക്കുന്നു എന്ന് പറയില്ല. ഇപ്പോൾ കേരളത്തിൽ നാളികേരം സുലഭമാണെന്ന് പറഞ്ഞാൽ ധാരാളം എളുപ്പത്തിൽ ലഭിക്കുന്നത്, സുലഭമായിട്ട് ലഭിക്കുന്നത്. ഭഗവാൻ സുലഭ എന്ന് പറയുമ്പോൾ ഭഗവാൻ നമുക്ക് എളുപ്പത്തിൽ ലഭിക്കാവുന്നതാണ്. അത് എങ്ങനെ ലഭിക്കാമെന്ന് ചോദിച്ചാൽ അതിന് നാമജപം മതി. ദൃഢത ഉള്ള ഭക്തിയുള്ളവർക്ക്, ദൃഢമായ ഭക്തിയുള്ളവർക്ക് എളുപ്പത്തിൽ ഭഗവാനെ ലഭിക്കും. ഭക്തപ്രിയനായിട്ടുള്ള ഭഗവാൻ അവരുടെ മനസ്സിൽ തന്നെ ഇരിക്കുന്നു. ആ ഭക്തപ്രിയനായ വിഷ്ണു ഭഗവാനെ എളുപ്പത്തിൽ ലഭിക്കും. അതുകൊണ്ടാണ് സുലഭ എന്ന ഭഗവാന് നാമം. അനന്യേ ചേതാ സതതം യോമാം സ്മരതി നിത്യശഃ തസ്യാഹം സുലഭപാർത്ഥ നിത്യയുക്തസ്യ യോഗിനഃ എന്ന് 8ാമത്തെ ചാപ്റ്റർ 14ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് ഗീതയിൽ. അതായത് അനന്യചേതസ്സായിട്ട് എപ്പോഴും എന്നെ തന്നെ സ്മരിക്കുന്നു. അനന്യഭക്തി എന്നൊക്കെ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടല്ലോ. അനന്യഭക്തി വേറൊന്നിലേക്കും മനസ്സ് പോവാതെ ഭഗവാനെ തന്നെ സ്മരിക്കുന്ന ആ ഒരു അനന്യഭക്തി, അതിൽ നിത്യയുക്തനായിട്ടുള്ള യോഗിക്ക് ഞാൻ സുലഭനാണ് എന്ന് പറയുന്നു. ഇനി അടുത്ത 818 സുവ്രത,
സുവ്രത നല്ല വ്രതത്തോടു കൂടിയ, സു എന്ന് പറയുമ്പോൾ നല്ല എന്നുള്ള അർത്ഥമാണ്. നല്ല വ്രതത്തോടു കൂടിയ. എന്താണ് വ്രതം? ധർമ്മപരിപാലനവും ഭക്ത സംരക്ഷണവുമാണ് ഭഗവാന്റെ വ്രതം. അപ്പോൾ ഭഗവാൻ അതിൽ ആ വ്രതമാണ് എടുത്തിരിക്കുന്നത്. ധർമ്മത്തെ പരിപാലിക്കും, അതുപോലെ തൻ്റെ ഭക്തനെ പരിപാലിക്കും അല്ലെങ്കിൽ രക്ഷിക്കും. ഭക്തരക്ഷണവും ധർമ്മപരിപാലനവും. അതുകൊണ്ടാണല്ലോ ഗീതയിൽ പറയുന്നത് യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. അതുകൊണ്ട് ധർമ്മത്തിന് ഗ്ലാനി എവിടെ വന്നാലും ഭഗവാൻ അവിടെ അവതരിക്കും. ഇവിടെ ഭഗവാൻ പ്രഖ്യാപിക്കുന്നതാണ് അത്. അപ്പോൾ എന്നെ ശരണം പ്രാപിച്ച് ആരാണോ ഭഗവാന്റെ ഭക്തനായിട്ട് ശരണാഗതി പ്രാപിക്കുന്നത് അവർക്കൊക്കെ അഭയം നൽകുകയും അത് എൻ്റെ ഒരു വ്രതമാണെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ വ്രതശബ്ദം എന്ന് പറയുമ്പോൾ, സുവ്രത എന്ന് പറയുന്ന ആ ഒരു ശബ്ദത്തിൽ വ്രത എന്ന് പറയുമ്പോൾ ഭുജിക്കുക എന്നുള്ളൊരർത്ഥമുണ്ട്. അപ്പോൾ സുവ്രത എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ കാര്യങ്ങൾ സമർപ്പിക്കുമ്പോൾ, ഭഗവാന് സമർപ്പിക്കുമ്പോൾ അത് ഭുജിക്കുന്നവൻ. ഇപ്പോൾ ശ്രീരാമ അവതാരത്തിൽ ശബരി ദേവി ശ്രീരാമനെ കാത്തിരുന്ന് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ശ്രീരാമൻ തൻ്റെ ആശ്രമത്തിൽ വരുമ്പോൾ ശബരി നൽകിയ പഴങ്ങൾ അത് വളരെ ഇഷ്ടത്തോടു കൂടി ഭുജിക്കുന്നു. അതാണ് സുവ്രത. അതായത് ഭോജനം നല്ല രീതിയിൽ ഭക്തിപൂർവ്വം അർപ്പിക്കുന്ന എന്തും ഭഗവാൻ ഭുജിക്കുന്നു എന്നാണ് അതിൽ പറയുന്നത്. ശബരി നൽകിയ പഴങ്ങൾ ഭുജിച്ചു. അതുപോലെ തന്നെ ഗോപികമാർ നൽകിയ വെണ്ണയും പാലും ഒക്കെ ഭഗവാൻ ഭുജിക്കുന്നത് അതും വളരെ ഇഷ്ടത്തോടു കൂടിയാണ്. അത് മോഷ്ടിച്ചിട്ട് വരെ കഴിക്കുന്നുണ്ട്. അതുപോലെ ദ്രൗപദി നൽകിയ ചീരയില കഴിച്ചിട്ട് മഹർഷിമാരുടെയൊക്കെ വിശപ്പ് അടക്കിയ ഭഗവാൻ. അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഇത്തരം ലീലകളൊക്കെ വളരെ പ്രസിദ്ധമാണല്ലോ. അതുപോലെ തന്നെ അപ്പോൾ ഇവിടെ സുവ്രത എന്ന് പറയുമ്പോൾ ആരാണോ നല്ല രീതിയിൽ ഇഷ്ടത്തോടു കൂടി കൊടുക്കുന്നത് അത് ഭുജിക്കുന്നവൻ. അപ്പോൾ ഭഗവാന് ഭക്തൻ ഇഷ്ടത്തോടു കൂടി കൊടുക്കുന്നതെല്ലാം ഭഗവാൻ ഭുജിക്കുന്നു എന്നൊരു അർത്ഥമുണ്ട്. ഇനി അല്ലെങ്കിൽ സുവ്രത ധർമ്മപരിപാലനത്തിനും ഭക്തരക്ഷണത്തിനും വേണ്ടി ഭഗവാൻ വ്രതമെടുത്തിരിക്കുന്നു. വ്രതമെടുത്ത ഭഗവാൻ, എല്ലാവരെയും രക്ഷിക്കുന്ന ഭഗവാൻ എന്നർത്ഥം. ഇനി അതുപോലെ മഹാഭാരതത്തിൽ ഹസ്തിനപുരത്തിലേക്ക് ഭഗവാൻ പോയപ്പോൾ ദുര്യോധനൻ കൊടുത്ത പല രാജകീയമായിട്ടുള്ള ഭോജ്യങ്ങളും ഭഗവാൻ വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ഭക്തൻ്റെ ഭാവത്തിൽ നൽകിയാൽ മാത്രമേ ഭഗവാൻ അത് സ്വീകരിക്കുകയുള്ളൂ നല്ല രീതിയിൽ. അതും വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് 9ാമത്തെ ചാപ്റ്ററിൽ പറയുന്നുണ്ട് പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്ത്യാ പ്രയച്ഛതി തദഹം ഭക്തിബഹൃതം അശ്നാമി പ്രേതാത്മനഃ എന്ന്. അതായത് നമ്മൾ ഭക്തിയോടെ ഒരു ഇലയോ ഒരു പൂവോ കുറച്ച് വെള്ളമോ മാത്രം സമർപ്പിച്ചാൽ മതി. അത് വളരെ ഭക്തിയോടുകൂടി ആ ഭക്തൻ സമർപ്പിച്ച അത്തരം കാര്യങ്ങൾ ഞാൻ സ്വീകരിക്കുമെന്ന് പറയുന്നുണ്ട്. അതാണ് ഭഗവാന്റെ ആ ഒരു പ്രിയനാണ് എന്ന് പറയുന്നത്. ഇനി 819 സിദ്ധ. ഭഗവാൻ സിദ്ധനാണ്. സിദ്ധി സ്വയം ആർജിച്ചവനാണ് ഭഗവാൻ. അതാണ് ഭഗവാൻ സിദ്ധനാണ് എന്നർത്ഥം. ഒരുപാട് കഴിവുകളും ഒക്കെ ഉള്ളവർ, അഷ്ടസിദ്ധികൾ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? ഗരിമ, ലഘിമ എന്നൊക്കെ തുടങ്ങിയ അഷ്ടസിദ്ധികൾ. അപ്പോൾ ഈ സിദ്ധികൾ സ്വയം ആർജിച്ച ഭഗവാൻ എന്നാണ് അർത്ഥം. ഇനി 820 ശത്രുജിത്. അതായത് ശത്രുക്കളെ ജിത് എന്ന് പറയുമ്പോൾ ജയിക്കുന്നവൻ. ഭഗവാൻ ശത്രുക്കളെ ജയിക്കുന്നതിന് എന്തെല്ലാം ഉദാഹരണങ്ങളുണ്ട്. നമ്മുടെ ശത്രുക്കളായിട്ടുള്ള രാവണനെ ശ്രീരാമാവതാരം എടുത്ത് രാവണനെ ജയിച്ചു, കംസനെ ജയിച്ചു. അങ്ങനെ ഒരുപാട് ശത്രുക്കളെ, ഒരുപാട് കൃഷ്ണാവതാരത്തിൽ ശകടാസുരൻ, തൃണാവർത്തൻ, അതുപോലെ ഭഗാസുരൻ, ഇങ്ങനെ ഒരുപാട് പൂതന, ഇങ്ങനെ ഇവരെല്ലാം ജയിക്കുന്നവൻ. കംസനെ ഒക്കെ ജയിക്കുന്നു. പിന്നെ അതുപോലെ അധർമ്മികളെയും ആസുരിക വാസനയുള്ളവരെയും ഒക്കെ നമ്മൾ ശത്രുക്കളായിട്ട് പറയുകയാണെങ്കിൽ അവരെയൊക്കെ വളരെ നിഷ്പ്രയാസമായിട്ട്, അതായത് അനായാസമായിട്ട് ജയിക്കുന്നവൻ ഭഗവാൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഭഗവാൻ ശത്രുജിത്ത്, അതായത് ശത്രുക്കളെ ജയിക്കുന്നവൻ. എപ്പോഴും ശത്രുക്കളെ ജയിക്കുകയും അതിൻ്റെ കൂടെ തന്നെ തൻ്റെ ഭക്തന് സംരക്ഷണം നൽകുകയും ചെയ്യും.
അപ്പോൾ അതാണ് നമ്മൾ പല കഥകളിലും കൃഷ്ണാവതാര ലീലകളിലും ഒക്കെ നമ്മൾ കണ്ടിരിക്കുന്നത് അത്തരം കാര്യങ്ങളാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയത് 811 മുതൽ 820 വരെയുള്ള നാമങ്ങളാണ്. അത് വരുന്ന ഭാഗം ശ്ലോകങ്ങൾ: കുമുദക്കുന്ദരക്കുന്ദ പർജന്യപ്പ വനോനില അമൃതാശു അമൃതവപു സർവജ്ഞ സർവതോമുഖ സുലഭ സുവൃത സിദ്ധ ശത്രുതിശ്ചത്രുതാപന നിഗ്രതോദുംബരോഷത്ത ചാണൂരാന്ധ്ര നിഷൂധന. ആ ശ്ലോകങ്ങളുടെ ഇടയിലാണ് ഈ 811 മുതൽ 820 വരെയുള്ള നാമങ്ങൾ വരുന്നത്. അപ്പോൾ ഭഗവാൻ ഗുരുവായൂരപ്പന് ഇത്രയും നാമങ്ങൾ നമുക്ക് സമർപ്പിക്കാം. കായേന വാചാ മനസേന്ദ്രിയർവ ബുദ്ധ്യാത്മനാവ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരേ കൃഷ്ണ. അപ്പോൾ വളരെ വിശിഷ്ടമാണ് ഭഗവാന്റെ നാമങ്ങൾ. അത് നമുക്ക് പഠിക്കുകയും അതുപോലെ തന്നെ അതിലെ തത്വങ്ങൾ ഗ്രഹിക്കുകയും ചെയ്ത് അത് ഷെയർ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹരേ കൃഷ്ണ. നമസ്കാരം.